കേൾക്കുമ്പോൾ മീശബരി മുണ്ടുമടക്കുത്തി കാല് വലിച്ചുള്ള അടിയൊക്കെ അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞോ? അപ്പം വിസ്മയ മോഹൻലാൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരുടെ പടം തുടക്കം 7-ാം തീയതി റിലീസാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. ട്രെയിലർ ലോഞ്ച് അത് ഇന്നലെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ട്രെയിലറും കാര്യങ്ങളാണ്. ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു എൻട്രി ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ അമ്മ സംഘടനയിൽ നിന്ന് ലാലേട്ടൻ മാറുന്നെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിസ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങൾ കാണും. ഇപ്പോഴും ഈ മീഡിയക്കാർ ആ പഴയ ഒരു ചിന്താഗതി ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തൊക്കെ ലൈക്ക് കൊടുക്കണം, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുക്കണം, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്ത് തരും. ആക്ഷൻ മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാല് പൊട്ടിയുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ട എങ്ങനെയാണ് നമ്മുടെ അത്രയും കാര്യം പൊക്കുന്നില്ല. ഈ അണ്ണാക്കി കൊടുക്കാന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ അവന് കിട്ടി, അവനെ മതിയായി കാണും. പുള്ളിയുടെ കാലാട്ടിയുള്ള സംസാരത്തിൽ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു. ഞാൻ വേണ്ടേ ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺസിലോ മറ്റേതിന് പേര് യാനിക് പെൻ. ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാകും. ചോദിച്ചു മേടിച്ചാന്ന് വേണമെങ്കിൽ പറയാം, ചെറിയ ചായയും കടി. ഓക്കെ, I'm so grateful to be here. I feel like this is the English software. Sorry, I'm gonna speak in English because I'm Malayalam. If I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine, and the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie, and Chata, thank you so much. Simon, everybody, Chotu, everybody. Sorry, I'm so nervous. പുള്ളിക്കാരി ഭയങ്കര നാണം കുണിയാണെന്ന് തോന്നുന്നു. അല്ല വീട് എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ, ഇനി അങ്ങ് ശീലമായിക്കോളും. ഇനി ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു സ്പീച്ച് ഉണ്ട്, അത് ഞാൻ അതും കൂടെ വെക്കാം. അതായിട്ട് നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കാന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി സിനിമയിൽ നിർമ്മിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ ചെറിയ മോഹൻല്ലേ, ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടോണ്ടിരുന്ന സമയം. പലരും നമ്മള് ഷൂട്ടിംഗ് സമയത്ത് ഒന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിന് കൊള്ളില്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ആ വഴക്കുണ്ടാക്കി ഇങ്ങനെ പോലീസ് വിളിച്ചോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊണ്ടു. കാലത്ത് നിന്നാണ് വന്നത്. തമാശ പറഞ്ഞാണ്. പണ്ടുള്ള കാലത്ത് സത്യമാണ് ഈ പറയുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലും കുറേ ആൾക്കാർക്കൊക്കെ ഇതുപോലെ അവസരങ്ങളൊക്കെ വന്നപ്പം അത് പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്നൊന്നും ഇവിടെ പറയുന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പം ശരിയാ, സിനിമയിലൊക്കെ വിടേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ അറിയാലോ പണ്ട് സിനിമ അത് നിന്നൊക്കെ പറയുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇപ്പോഴും അത് നേരിടുന്നുള്ളതാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും രസകരമായിട്ടുള്ളൊരു കാര്യമില്ല, പടത്തിനൊരു പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ കരുതിക്കോട്ടെ. ഓരോ വീഡിയോസൊക്കെ കാണാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്ക് പോകാം കേട്ടോ. ഇത് ഞാൻ ആ ഒരു ചെറിയൊരു 2 വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കോണ്ടൻറ്റാണ്. പിന്നെ അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ട്. വേറൊന്നും കൊണ്ടൊന്നും അല്ല, ഈ റൂമിന് ഈ കട്ടനെല്ലാം മാറ്റിക്കൊണ്ട് ചെറിയൊരു സൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ പരിഹരിക്കാം. ആദ്യം ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു, പക്ഷെ അച്ഛനായിട്ട് ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് പറയാമോ? കൊറേ ടേക്സ് പോയി ബിക്കോസ് അച്ഛൻ ആദ്യമായിട്ട് അത്രയും ടേക്സ് പോകുന്നല്ലേ? ബിക്കോസ് ഞാൻ ആദ്യം എനിക്ക് ലൈക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകണ്ടെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും
മൈ ഗോഡ് മായ ഇപ്പൊ അച്ഛനോട് ആക്ട് ചെയ്യാൻ പോകേണ്ടുന്ന ബിൽഡപ്പ് തന്നു. സോ അവിടെ എത്തിയപ്പോ ലൈക്ക് കുറെ ടേക്സ് പോയി, എനിക്ക് കുറെ മിസ്റ്റേക്സ് വന്നു. Then I was okay, but in the beginning, കുറെ ടേക്സ് വരുമ്പോ അച്ഛൻ എന്തെങ്കിലും എന്താ പറഞ്ഞായിരുന്നു? കാം ഡൗൺ ചെയ്യാൻ, calm down, silent, chill, it's okay. And again, പക്ഷെ നിങ്ങളായിട്ടൊരു കഥയൊക്കെ നമുക്ക് രസമുണ്ടല്ലോ. ഇപ്പൊ ഞാനായിട്ട് എത്രയോ പുതിയ ആക്ടേഴ്സിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ടാവും, അവരെ എല്ലാവരും കൂളാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മോൾ കൂടിയാണല്ലോ, അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ സിനിമ ഒരു വരുമ്പോ അങ്ങനെ മകളെന്നൊന്നും ഉള്ളതല്ലോ, ക്യാരക്ടറായിട്ട് മാറും. അപ്പൊ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു. കാര്യം അങ്ങനെ ആകുമ്പോഴാണല്ലോ നമുക്ക് അതിലോട്ട് ഇൻവോൾവ് ആകാൻ പറ്റും. പിന്നെ അതിലുപരി അതിന്റെ ക്യാമറയുടെ പുറകിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിനും കൂടെ ഇഷ്ടമാകുന്ന വിധത്തിൽ വേണമല്ലോ. ഇറ്റ്സ് ഈസ് മോർ ദാൻ മീ. എനിക്കതില് ഇടപെടാൻ പറ്റില്ല, ഞാനും അപ്പോഴും ആക്ടറാണ്. അപ്പം അത് ജൂഡിന്റെ ഭാഗമാണ്. അപ്പൊ ജൂഡ് അതിനെ ബ്രില്യൻ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. എല്ലാവരും ഭയങ്കര പേഷ്യൻസോടുകൂടി ക്ഷമ. ഈ ജൂഡ് എൻ്റെ പടം ഞാൻ പറയാനും നിങ്ങൾക്ക് അറിയാലോ, 2018 കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ജൂഡിനെ സിനിമയിലൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ട്രോളുമൊക്കെ ചെയ്യും, അയ്യോ ഇവരൊക്കെയാണോ പണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അഭിനയും ഡയറക്ഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. ചില ആൾക്കാർ ഇവൻ കോമഡി സീൻ അഭിനയിക്കുമ്പോൾ അവനൊരു കോമഡി പീസാന്ന് കരുതി പോകുന്ന ചില ആൾക്കാരുണ്ട്. അതൊന്നും അല്ല റിയൽ ലൈഫ്. ഓക്കെ, ഇനി ഇന്ന് രാവിലെ ന്യൂസിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ഒരുപാട് ഫസ്റ്റ് ഷോട്ട് ഓർമ്മ ഒരുപാട് ടേക്ക് എടുത്തോ? അത്ര ടേക്സ് എടുത്തോന്ന് അറിയില്ല, പക്ഷെ ഫസ്റ്റ് ഷോട്ട് ഡെഫിനറ്റ്ലി നെർവസ് ആയിരുന്നു. പക്ഷെ പിന്നെ ആക്ഷൻ പറയുമ്പോ ചെയ്തേ പറ്റൂ. ആക്ഷൻ ഉണ്ടെന്നപ്പോൾ മനസ്സിലായി. ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു. അല്ല അച്ഛനുണ്ടായിരുന്നില്ല, അച്ഛൻ ഷൂട്ടിലായിരുന്നു. അപ്പൊ ഫോണില് സംസാരിച്ചു. ഫസ്റ്റ് ഓക്കെ ഷോട്ട് തുടങ്ങുന്ന മുമ്പ് ലൈക്ക് ബ്ലെസ്സിങ്സ്. ഇതൊക്കെ ഈ ഷൂട്ടിങ്ങിലെ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ? സംസാരിച്ചു. അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു? ടിപ്സ് ആരും അങ്ങനെ പറഞ്ഞില്ല. അയാൾക്ക് തന്നെ എന്താണ് ഞാൻ നെർവസ് ആകുമ്പോ എല്ലാ സ്പീഡില് ലൈക്ക് കുറെ മൂവ്മെന്റ്സ്. അല്ല, പലപ്പോഴും ഒരുപാട് പേർക്ക് പറ്റുന്നത് പെട്ടെന്ന് ഈ ഡയലോഗ് പറഞ്ഞെങ്കിൽ തീർക്കാൻ നോക്കും. നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ, അത് ഉള്ളിലേക്ക് കൊണ്ട് എപ്പോഴും ഈ സിനിമയ്ക്ക് അഭിനയിക്കുക എന്ന് പറയുന്നത് 2 ഡയലോഗിന്റെ ഇടയിലുള്ള മൊമെന്റുകളാണ്. ആ പോസാണ് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റിയ സമയം. അപ്പൊ ആ ഡയലോഗ് ഡെലിവറി സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. പക്ഷെ തെറ്റാതെ പറയാന്നുള്ളതല്ല, ആ പറയുന്നതിനിടയ്ക്കുള്ള സ്പേസുകളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിലോട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ചില സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പറയാൻ നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അത് കുറച്ച് തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ അത് മനസ്സിലാക്കി ചെയ്യാനുള്ള പിന്നെ ഇതൊരു വലിയൊരു പ്രാക്ടീസാണ്. ഒരു ഗെയിം കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്താണ് ഇത് ശരിയാകുന്നത്. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അമ്മ വരാറുണ്ട്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ലാലേട്ടൻ പറഞ്ഞു അമ്മ ലേഡീസൊക്കെ സ്ത്രീകൾ വന്ന് നന്നായി, പക്ഷെ ഇപ്പൊ ഭയങ്കര പ്രശ്നം, എല്ലാവരും ബ്രിങ് ബാക്ക് മോഹൻലാലും. ഇത്രയും നല്ലൊരു സന്ദർഭത്തിൽ ഈ അമ്മ സംഘടനയെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു അഴുക്ക് പിടിച്ചൊരു കേസ് കേട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തല്ലെന്ന് വേണമെങ്കിൽ പറയാം. അവിടേക്ക് ഈ ഒരു നല്ലൊരു എനിക്ക് സംസാരിക്കുന്ന കാര്യത്തിൽ വലിയ യോജിപ്പ കാര്യങ്ങളൊന്നുമില്ല, ഉള്ള കാര്യം പറയാല്ല. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ലേ, ഓരോ കറക്ഷൻ്റെ കാര്യങ്ങളും അതിങ്ങനെ പോയാലാണ് ശരിയാവുന്നത്, അല്ല ചുമ്മാ ഡയലോഗ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലൊരു സീരിയലിൽ അഭിനയിച്ച സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അളിയ കാണുന്ന പോലൊന്നും അല്ല അളിയ, അത് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അഭിനയിക്കണം, നമ്മുടെ എന്തെങ്കിലും കണ്ണ് മാറുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഈ കാണുന്ന പോലെ ഒന്നും അല്ല. ഇപ്പം ഈ പടം കണ്ടിട്ട് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യും. ഈ പടം കണ്ടിട്ട് ഓരോ വ്യക്തികളൊക്കെ റിവ്യൂ പറയുമ്പോൾ നമ്മൾ ചങ്ക് കത്തിപ്പോവും. പറയണം, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. അങ്ങനൊന്നുമില്ല. അതൊക്കെ ഒരു ചെറിയൊരു അസോസിയേഷനാണ്. ഇത് ഈ പറയുന്ന പോലെ ഇതത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാക്കുന്നത് എങ്ങനെയാണ് മീഡിയ വഴിയാണ്. അല്ലെങ്കിൽ എന്താ അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആരും ഒരു മീഡിയയും പറയില്ല. എല്ലായിടത്തും ഉള്ളതുപോലെ ചില എന്താ പറയണ്ടേ, ഈ ഈഗോ എന്നൊന്നും ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരാൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇതിനെ ഗവേർണൻസ് എന്ന് പറയുന്ന കുറച്ചൊരു പ്രോസസ്സാണ്. അതിന് സമയമെടുക്കും.
അപ്പൊ അതിൽ വന്ന ചില തെറ്റുകളായിരിക്കാം, അതെല്ലാവരും കൂടെ ഇങ്ങോട്ട് നിന്നതൊക്കെ ശരിയാക്കാനുള്ളതേ ഉള്ളൂ. അത് അതിന്റെ സമയമാകുമ്പോൾ ശരിയാകുന്നേ ഉള്ളൂ. ഇടപെടാൻ സമയം തോന്നുന്നുണ്ടോ? ഞാൻ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ, അങ്ങനെ ഒരാൾക്ക് ഇടപെടാനൊന്നും പറ്റില്ലല്ലോ. അതൊരു എല്ലാരും പറഞ്ഞു മോഹൻലാൽ പോകരുതായിരുന്നു, മോഹൻലാൽ രാജിവെക്കലായിരുന്നു, ലാലേട്ടൻ വേണ്ടി. കാര്യം എന്തറിയാം, എന്നെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമാണ്. അല്ല അങ്ങനെയാണല്ലോ, കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം അല്ലെ, കുറച്ചുകൂടെ. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ദൈവം അങ്ങോട്ട് പോയത്. കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മളെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ഇഷ്ടാവില്ല. മറ്റേ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് ഞാൻ എന്റെ ഡിസിഷനിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. പണ്ട് ഒരുപാട് കാലങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡിസിഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ അത് നമ്മളായിട്ട് ഇങ്ങനെ എൻജോയ് ജീവിക്കാൻ തീരുമാനം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അനുഭവം കൊണ്ട് പറയുകയാണ്, നമ്മൾ ആർക്കൊക്കെ വേണ്ടി നിൽക്കാൻ തുടങ്ങിയോ നമ്മൾ അവസാനം ഒറ്റപ്പെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നുള്ള രീതിയിലാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എനിക്കിവിടെ ജസ്റ്റ് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ക്യാമറമാന് കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അമ്മ സംഘടനയുടെ പോലെ ലാലേട്ടാ പോയാൽ അത്രയും നല്ലത്. കുറേ ഈഗോ വിഷയങ്ങളൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും കാര്യങ്ങളൊക്കെ അവസാനം നാണക്കേട് മൊത്തം ലാലേട്ടന്. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ ലവ് യു ഓൾ ഗൈസ്.